ഹായ് മക്കളെ, നമുക്ക് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു NCERT എക്സസൈസ് ക്വസ്റ്റ്യനിലെ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം. ഇക്വിലിബ്രിയം എന്നുള്ള സെക്ഷനിലുള്ള സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതൊന്ന് നീറ്റ് ബേസ്ഡ് ഒക്കെ ആയിട്ട് നല്ലപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു NCERT ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാം. മക്കൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. വാട്ട് ഈസ് ദ മിനിമം വോളിയം ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഡിസോൾവ് 1 gram കാൽഷ്യം സൾഫേറ്റ് അറ്റ് 298 കെൽവിൻ? അതായത് 1 gram കാൽഷ്യം സൾഫേറ്റിനെ നിങ്ങൾക്ക് ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ലിറ്റർ വാട്ടർ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഹിൻ്റ് ആയിട്ട് കാൽഷ്യം സൾഫേറ്റിന്റെ KSP സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ ആ KSP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം CSO4 എങ്ങനെയാ മക്കളെ, CSO4 സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വാട്ടറിൽ Ca2+ ആയിട്ടും SO4 2- ആയിട്ടും അല്ലേ. അതായത് അവിടെ എത്ര CSO4 ഉണ്ടോ അത്രയും CO2+ ഉണ്ട്, അത്രയും SO4 2- ഉണ്ട്. അപ്പൊ CSO4ന്റെ സോലുബിലിറ്റി S ആണെന്ന് വിചാരിക്കും. അപ്പൊ Ca2+ അവിടെ എന്താ S ആയിട്ട് എടുക്കാം, SO4 2- നമുക്ക് എന്തായിട്ട് എടുക്കാം, S ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം KSPന്റെ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- അല്ലേ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് Ca2+ S അല്ലേ, SO4 2- കോൺസെൻട്രേഷൻ S അല്ലേ. അപ്പൊ S ഇൻറ്റു S ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, S² കിട്ടും. അതാണ് ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ള KSP പ്രൊഡക്റ്റ്. അതെത്ര 9.1 ഇൻറ്റു 10⁻⁻6 ആണ്. അപ്പൊ S² = 9.1 ഇൻറ്റു 10⁻⁻6 കിട്ടി. അപ്പൊ S സോൾവ് ചെയ്താൽ പോരെ, S = √9.1 ഇൻറ്റു 10⁻⁻6 ചെയ്താൽ മതി. √9.1 നമ്മൾ 9 ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. √9 എത്ര, 3 അല്ലേ. √10⁻⁻6 എത്ര, 10⁻³ അല്ലേ. അപ്പൊ സോലുബിലിറ്റി = 3 × 10⁻³ കിട്ടി. എന്താ സോലുബിലിറ്റി എന്ന് വെച്ചാൽ 1 ലിറ്ററിൽ എത്ര മോൾ ഡിസോൾവ് ആയി, അതാണ് സോലുബിലിറ്റി. അതായത് ആക്ച്വലി യൂണിറ്റ് എന്താ, മോൾ പെർ ലിറ്റർ ആണ്. അതായത് 1 ലിറ്ററിൽ ഇത്രയും മോൾ, 3 × 10⁻³ മോൾ ഉണ്ട് 1 ലിറ്ററിൽ. ചോദ്യം എന്താ, 1 ഗ്രാമിന് എത്ര ലിറ്റർ വേണമെന്നാ. അപ്പൊ മോളിന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാമിലോട്ട് മാറ്റണം. എങ്ങനെ മോളിന് ഗ്രാമിലോട്ട് മാറ്റുക, ഇൻറ്റു മോളിക്കുലാർ മാസ് എന്ത് ചെയ്താൽ മതി. അപ്പൊ കാൽഷ്യം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് അറിയോ, കാൽഷ്യത്തിന്റെ മാസ് 40, സൾഫറിന്റെ മാസ് 32, ഒരു ഓക്സിജന്റെ മാസ് 16. അപ്പൊ 4 ഓക്സിജൻ ആകുമ്പോൾ 64. എല്ലാം ആഡ് ചെയ്താൽ എന്താ കിട്ടുക, 136 ആ കിട്ടുക. അപ്പൊ മോള് 3 × 10⁻³ ഇൻറ്റു 136 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാമിലോട്ട് മാറ്റാം. ഇത്രയും ഗ്രാം 1 ലിറ്ററിൽ ഉണ്ട് എന്നാ ഇതിന്റെ അർത്ഥം. അപ്പൊ 1 ഗ്രാമിന് ഇത്രയും ഗ്രാമിന് 1 ലിറ്റർ വേണം. അപ്പൊ 1 ഗ്രാമിനോ, അതായത് 3 × 10⁻³ ഇൻറ്റു 136 ഗ്രാമിന് 1 ലിറ്റർ വാട്ടർ വേണം ഡിസോൾവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണം എന്നല്ലേ ചോദ്യം. എന്തെളുപ്പ, 1/3 ഇൻറ്റു 10⁻³ ഇൻറ്റു 136 ചെയ്താൽ പോരെ. നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ എന്തായിരിക്കും ആൻസർ വരിക എന്നറിയോ, 2.45 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നല്ല ചോദ്യമാണ്, ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്കും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുക. അറ്റ് വാട്ട് കോൺസെൻട്രേഷൻ Ab2 ടൈപ്പ് മോളിക്യൂൾ വിൽ ഫോം പ്രസിപ്പിറ്റേറ്റ് എന്നാണ്. അപ്പോൾ Ab2ന്റെ KSP നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 4s³ കിട്ടുക. ആ 4s³ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് 32 × 10⁻12. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, S കണ്ടുപിടിച്ചാൽ മതി. ആ S ആണ് ആക്ച്വലി ഇയാളുടെ കോൺസെൻട്രേഷൻ. അതിനേക്കാളും കൂടിയാൽ എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു S കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോ ഇത്ര മതി. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ വീഡിയോയിൽ കാണാം. നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.